സുഹൃത്തുക്കളെ, നമ്മൾ വ്യോമ മേധാവിത്വത്തെക്കുറിച്ചോ ആകാശ പോരാട്ടങ്ങളെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് യുദ്ധവിമാനങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ആകാശത്തെ യഥാർത്ഥ വേട്ടക്കാർ, ശത്രുവിനെ കൃത്യമായിട്ട് പിന്തുടർന്നില്ലാതാക്കുന്ന ആയുധം, അത് യുദ്ധവിമാനങ്ങളുടെ ചിറകുകളുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ആവനാഴിയിലെ ഏറ്റവും മാരകമായ മിസൈലുകളെക്കുറിച്ചാണ്. 400 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ തകർക്കുന്ന ഹൈപ്പർസോണിക് R-37M മുതൽ ശത്രുവിനെ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായനാക്കുന്ന മീറ്റിയോർ, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്ര വരെയുള്ള മിസൈലുകളുടെ റേഞ്ച്, വേഗത, അവയുടെ സാങ്കേതികവിദ്യ, ഇതെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതിൻ്റെ കൂടെ തന്നെ പാകിസ്ഥാൻ്റെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ആംറാം മിസൈലുകളെ ഇന്ത്യ ഇന്ന് എങ്ങനെയാണ് മറികടക്കുന്നതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മിസൈലുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആധുനിക വ്യോമയുദ്ധം പ്രധാനമായിട്ടും 2 രീതിയിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആദ്യത്തേതാണ് BVR അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറഞ്ഞ ദൃശ്യപരിധിക്ക് പുറത്തുള്ള പോരാട്ടം. പൈലറ്റുമാർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് പരസ്പരം കാണാൻ കഴിയാത്ത അത്ര ദൂരത്തു നിന്നുള്ള പോരാട്ടത്തിനെയാണ് BVR എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് 37 കിലോമീറ്ററിന്, അതായത് 20 നോട്ടിക്കൽ മൈൽസിന് മുകളിലുള്ള ദൂരത്തിൽ നിന്നാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇവിടെ പൈലറ്റുമാരുടെ കഴിവിനേക്കാളും റഡാറുകളുടെ കരുത്തും ഇലക്ട്രോണിക് വാർഫെയറും മിസൈലുകളുടെ കൈനറ്റിക് എനർജിയും ഒക്കെയാണ് വിജയം നിർണ്ണയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു സ്നൈപ്പർ ഷൂട്ടിംഗ് പോലെയാണ്. പിന്നെ വരുന്നതാണ് WVR, അതായത് വിത്തിൻ വിഷ്വൽ റേഞ്ച്, ദൃശ്യപരിധിക്കുള്ളിലെ പോരാട്ടം. ഇതിനെയാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ ഡോഗ് ഫൈറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. വിമാനങ്ങൾ വളരെ അടുത്തായിരിക്കും. അതിവേഗത്തിലുള്ള വെട്ടിത്തിരിയലുകളും തന്ത്രങ്ങളുമൊക്കെയാണ് ഇവിടെ പ്രധാനം. ഈ സാഹചര്യത്തിൽ പൈലറ്റിൻ്റെ ഹെൽമെറ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഹീറ്റ് സീക്കിംഗ് അഥവാ താപത്തെ പിന്തുടരുന്ന മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും ശത്രുവിനെ നേരിടാൻ കൽപ്പുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുണ്ട്. ആദ്യം നമുക്ക് ദീർഘദൂര മിസൈലുകളെ, അതായത് BVR മിസൈലുകളെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തേത് ശത്രുവിന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന മീറ്റിയോർ മിസൈലുകളാണ്. ഇത് പ്രധാനമായിട്ടും ഡസോ റാഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ റേഞ്ച്, അതായത് പ്രഹരപരിധി 150 കിലോമീറ്ററിലധികമാണ്. 4 മാക്കിൻ്റെ മുകളിൽ, അഥവാ ശബ്ദത്തിൻ്റെ 4 ഇരട്ടിയിലധികമാണ് ഇതിൻ്റെ വേഗത. ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച BVR മിസൈലായിട്ട് കണക്കാക്കപ്പെടുന്നത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള മീറ്റിയോറാണ്. സാധാരണ മിസൈലുകൾ ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ അവ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളുടെ ഉള്ളിൽ തന്നെ ഇന്ധനം മുഴുവൻ കത്തിച്ചു തീർക്കും. പിന്നീട് ആ കുതിപ്പിലാണ് അത് ലക്ഷ്യസ്ഥാനത്തേക്ക് തെന്നി നീങ്ങുന്നത്, ഗ്ലൈഡ് ചെയ്യുന്നത്. എന്നാൽ മീറ്റിയോർ ഉപയോഗിക്കുന്നത് ഒരു ത്രോട്ടിലബിൾ റാംജെറ്റ് എഞ്ചിനാണ്. ലക്ഷ്യത്തിൽ ഇടിക്കുന്ന ആ നിമിഷം വരെ ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും മിസൈലിന് പരമാവധി വേഗതയും ഊർജ്ജവും നൽകുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നോ എസ്കേപ്പ് സോണുള്ള മിസൈലും ഇതാണ്. ഈ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ശത്രുവിമാനം 60 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. എത്ര വെട്ടിത്തിരിഞ്ഞാലും മീറ്റിയോർ അവരെ കണ്ടെത്തി ഇല്ലാതാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ചൈനയുടെ PL-15 മിസൈലിനുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ മറുപടിയാണ് മീറ്റിയോർ മിസൈലുകൾ. പിന്നെ നമുക്ക് ഇന്ത്യയുടെ തദ്ദേശീയ അഭിമാനമെന്നൊക്കെ പറയാവുന്ന അസ്ത്ര സീരീസ് മിസൈലുകൾ തന്നെയാണ്. സുഖോയ് 30 MKI, LCA തേജസ്, MiG-29 വിമാനങ്ങളിലൊക്കെയാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. 110 കിലോമീറ്റർ മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ പ്രഹരപരിധി. 4.5 മാക്കിലധികമാണ് ഇതിൻ്റെ വേഗത. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDO പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലാണ് അസ്ത്ര. ശത്രുവിൻ്റെ ഇലക്ട്രോണിക് ജാമിങ്ങിനെ മറികടക്കാനുള്ള മികച്ച ECCM എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ്, ഈ സാങ്കേതികവിദ്യ ഇതിലുണ്ട്. ഇതുകൂടാതെ പുകയില്ലാതെ കുതിക്കുന്ന സ്മോക്ക്ലെസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ശത്രുവിൻ്റെ കണ്ണിൽ പെടാതെ ആക്രമിക്കാനും ഇതിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്ത്ര ശ്രേണിയിലെ ആസ്ത്ര മാർക്ക് 2, ആസ്ത്ര മാർക്ക് 3 വികസനത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ഇവയ്ക്ക് യഥാക്രമം 160 കിലോമീറ്ററും 300 കിലോമീറ്ററിലധികവും റേഞ്ച് ഉണ്ട്. ഇതും ചൈനയുടെ PL-15നെ ഈസി ആയിട്ട് മറികടക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് റഷ്യൻ കരുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന R-77 കാണാനായിട്ട് സാധിക്കും. സുഖോയ് 30 MKI, MiG-29 UPG എന്നീ വിമാനങ്ങളാണ് ഇതിനെ വഹിക്കുന്നത്. 80 മുതൽ 110 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പ്രഹരപരിധി.
നേറ്റോ രാജ്യങ്ങൾ ആഡർ എന്ന് വിളിക്കുന്ന ഈ റഷ്യൻ മിസൈലാണ് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാന ദീർഘദൂര ആയുധം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പിന്നിലുള്ള വല പോലെയുള്ള ഗ്രിഡ് ഫിന്നുകളാണ്. ഇത് മിസൈലിന് ആകാശത്ത് അസാമാന്യമായ മെയ്വഴക്കം നൽകും. പിന്നെ ഇസ്രായേലിൻ്റെ വിശ്വസ്തത എന്ന് വിളിക്കാവുന്ന ഡെർബി ER എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് റേഞ്ച്. ഇത് LCA തേജസ് വിമാനങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഘടിപ്പിക്കുന്നത്. 100 കിലോമീറ്ററിലധികമാണ് ഇതിൻ്റെ പ്രഹരപരിധി. വളരെ ഭാരം കുറഞ്ഞ ഇസ്രായേലി മിസൈലിൽ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രു വിമാനങ്ങളിൽ ഇടിക്കുന്നതിന് മുമ്പ് മിസൈലിനൊരു അധിക കുതിപ്പ്, അതായത് ഒരു എക്സ്ട്രാ ബസ്റ്റ് ഓഫ് സ്പീഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആകാശത്തെ ഹൈപ്പർസോണിക് ഭീകരൻ എന്ന് വിളിക്കുന്ന R-37M മിസൈലുകളാണ്. ഇന്ത്യൻ വ്യോമസേന ഇതാ സ്വന്തമാക്കാൻ വേണ്ടി കരാറിലെത്തിയിരിക്കുന്ന ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും പുതിയ ആയുധമാണ് റഷ്യൻ നിർമ്മിത R-37M. ഇതൊരു സാധാരണ മിസൈലല്ല. ശത്രുക്കളുടെ ചെറിയ യുദ്ധവിമാനങ്ങളെ തകർക്കാനൊന്നും അല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അവാക്സ് കില്ലർ എന്നാണ്. 300 മിസൈലുകളാണ് നമ്മൾ ഉടനെ തന്നെ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്. $1.2 ബില്യൺ ബഡ്ജറ്റിൽ. 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പ്രഹരപരിധി. ശബ്ദത്തെക്കാളും 6 മടങ്ങ് വേഗത, അതായത് മാക്സ് 6 പറക്കുന്ന ഹൈപ്പർസോണിക് മിസൈലാണ് R-37M. ആധുനിക യുദ്ധങ്ങളിൽ ശത്രു വിമാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആകാശത്ത് പറക്കുന്ന വലിയ റഡാർ വിമാനങ്ങളാണ്. അവാക്സ് എന്ന് വിളിക്കും, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളുടെ ദീർഘദൂര ആക്രമണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് മിഡ് എയർ റീഫ്യൂലിംഗ് വിമാനങ്ങളുമാണ്. ഇവയാണ് ശത്രുവിൻ്റെ കണ്ണും കാതും കരുത്തും. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ പൂർണ്ണ സുരക്ഷിതമായിട്ട് പറക്കുന്ന ഒരു സുഖോയ് വിമാനത്തിന് 400 കിലോമീറ്റർ അകലെ ആകാശത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ ഈ വലിയ വിമാനങ്ങളെ ഒറ്റയടിക്ക് തകർക്കാനായിട്ട് R-37M സാധിക്കും. അതോടെ ശത്രുവിൻ്റെ വ്യോമസേന അന്ധരായിട്ട് മാറും. പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യക്കെതിരെ അവാക്സ് ഉപയോഗിക്കാനായിട്ട് ഇനിയൊന്ന് ഭയക്കും. ഇനി അഥവാ പോരാട്ടം ദൂരത്തു നിന്നല്ല, മറിച്ച് മുഖാമുഖം വളരെ അടുത്താണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. R-73 ആർച്ചറാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ റഷ്യൻ വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന മിസൈലാണിത്. 2019 ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം നടന്ന പോരാട്ടത്തിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ്റെ F-16 വിമാനത്തെ വെടിവെച്ചിട്ടത് ഈ R-73 മിസൈൽ ഉപയോഗിച്ചിട്ടാണ്. പൈലറ്റിൻ്റെ ഹെൽമെറ്റുമായിട്ട് ഇത് നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഹെൽമെറ്റ് മൗണ്ടഡ് സൈറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൈലറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തല തിരിച്ച് ശത്രുവിമാനത്തിനെ നോക്കിയാൽ മാത്രം മതി, മിസൈൽ ശത്രുവിമാനവുമായിട്ട് ലോക്ക് ഓൺ ആവും. പിന്നെ തേജസ് വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ 5ാം തലമുറ മിസൈലായിട്ടുള്ള പൈത്തൺ 5. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ലോക്ക് ഓൺ ആഫ്റ്റർ ലോഞ്ച് സാങ്കേതികവിദ്യയാണ്. എന്ന് പറഞ്ഞാൽ തേജസ് വിമാനത്തെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രുവിമാനത്തെ തകർക്കാനായിട്ട് തേജസിന് ശത്രുവിമാനത്തിൻ്റെ നേരെ തിരിയേണ്ട ആവശ്യമില്ല. മിസൈൽ നേരെ മുന്നോട്ട് ഫയർ ചെയ്താൽ പോലും അത് ആകാശത്ത് വെച്ച് 180 ഡിഗ്രി വളഞ്ഞ് പുറകിലുള്ള ശത്രുവിനെ തകർക്കും. വിമാനത്തിന് ചുറ്റും 360 ഡിഗ്രിയിലുള്ള ഒരു മരണവലയം തീർക്കാനായിട്ട് പൈത്തൺ 5 കഴിയും. പിന്നെ മൈക്ക മിസൈലുകൾ, റഫാലിലും മിറാഷ് 2000 ഉപയോഗിക്കുന്ന ഫ്രഞ്ച് മിസൈലാണിത്. ഒരേ സമയത്ത് BVR ആയിട്ടും WVR ആയിട്ടും ഉപയോഗിക്കാവുന്ന സവിശേഷത ഇതിനുണ്ട്. ഇൻഫ്രാറെഡ് അഥവാ ഹീറ്റ് സീക്കിംഗ് വേർഷനിൽ ഇത് റഡാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കാത്തത് കാരണം ഒരു മിസൈൽ തങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് അവസാന നിമിഷം വരെ ശത്രുവിൻ്റെ പൈലറ്റിന് മനസ്സിലാവില്ല. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രുദ്രം മിസൈൽ. ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് രുദ്രം ഹൈപ്പർസോണിക് മിസൈൽ. ഒരു കാര്യം പറയാം, രുദ്രം ഒരു എയർ ടു എയർ മിസൈൽ അല്ല. ഇത് DRDO വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂ ജനറേഷൻ ആൻറ്റി റേഡിയേഷൻ മിസൈലാണ്. റഷ്യൻസ് ഇതിനെ ഹൈപ്പർസോണിക് ഡെത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുഖോയ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഇതിൻ്റെ ലക്ഷ്യം ശത്രുവിൻ്റെ ഗ്രൗണ്ട് റഡാറുകളും ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങളുമാണ്. ശത്രുക്കളുടെ റഡാർ തരംഗങ്ങളെ തിരിച്ചറിഞ്ഞ് ആ റഡാർ സ്റ്റേഷനുകളെ രുദ്രം തകർത്താൽ പിന്നെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് യാതൊരു ഭയവുമില്ലാതെ ശത്രു രാജ്യത്തിൻ്റെ ആകാശത്ത് പറന്ന് നടക്കാം. കൂടുതൽ കരുത്തുള്ള ദീർഘദൂര ശേഷിയുള്ള രുദ്രം 2 മിസൈലും രുദ്രം 3 മിസൈലും അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാകിസ്ഥാൻ്റെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ആംറാം മിസൈലുകൾ ഇന്ത്യ എങ്ങനെ നേരിടുമെന്ന്. 2019 നടന്ന പോരാട്ടത്തിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് അവരുടെ F-16 വിമാനങ്ങളിൽ നിന്നും അമേരിക്കൻ നിർമ്മിതമായ AIM-120C ആംറാം മിസൈലുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
അന്ന് ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന പഴയ റഷ്യൻ R-77 മിസൈലുകളെക്കാളും ചെറിയൊരു റേഞ്ച് മുൻതൂക്കം ഈ അമേരിക്കൻ മിസൈലുകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കളി മാറി. പാകിസ്ഥാന്റെ ആമ്രാം ഭീഷണി ഇന്ന് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നേരിടുന്നത്. ഒന്ന്, റഫേൽ പ്ലസ് മീറ്റിയോർ കോംബോ. പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും മികച്ച ആമ്രാം മിസൈലിൻ്റെ റേഞ്ച് ഏകദേശം 100 കിലോമീറ്ററാണ്. എന്നാൽ ഇന്ത്യയുടെ റഫേലിലുള്ള മീറ്റിയോർ മിസൈലിൻ്റെ റേഞ്ച് 150 കിലോമീറ്ററിന് മുകളിലാണ്. അതായത് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾക്ക് ഇന്ത്യൻ വിമാനങ്ങളെ റഡാറിൽ ലോക്ക് ചെയ്യാൻ കഴിയുന്നതിന് വളരെ മുമ്പ് തന്നെ റഫേലിന് മീറ്റിയോർ ഉപയോഗിച്ച് അവരെ വെടിവെച്ചിടാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് സുഖോയ് അസ്ത്ര കോംബോ. ഇന്ത്യയുടെ ഭീമാകാരനായ സുഖോയ് 30 വിമാനത്തിൻ്റെ അതിശക്തമായ റഡാറുകളും തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മാർക്ക് 1 മിസൈലുകളും ചേരുമ്പോൾ അതൊരു മാരകമായ കോമ്പിനേഷനായിട്ട് മാറും. ആമ്രാം മിസൈലുകളെക്കാളും മികച്ചതോ അല്ലെങ്കിൽ തുല്യമോ ആയ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ന് അസ്ത്രയ്ക്ക് സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് ആകാശത്തെ യുദ്ധങ്ങൾ വെറും വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് മികച്ച റഡാറുകളുടെയും സെൻസറുകളുടെയും അതിവേഗം മിസൈലുകളുടെയും പോരാട്ടമാണ്. അതിവിദൂരമായ പോരാട്ടങ്ങളിൽ മീറ്റിയോർ മിസൈലുകൾ ആധിപത്യം ഉറപ്പിക്കുന്നു. ശത്രുക്കളുടെ റഡാർ വിമാനങ്ങളെ ഹൈപ്പർസോണിക് വേഗതയിൽ R-37M തകർത്തെറിയുന്നു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ അസ്ത്ര മിസൈലുകൾ ശത്രുവിൻ്റെ നെഞ്ചിടിപ്പേറ്റുന്നു. ഒപ്പം ഏതൊരു ഡോഗ് ഫൈറ്റിലും വിജയമുറപ്പിക്കാൻ പൈത്തൺ 5ഉം R-73യും സജ്ജമാണ്. ചുരുക്കത്തിൽ ശത്രുവിന് കടന്നു കയറാൻ കഴിയാത്ത മിസൈലുകളുടെ ഒരു വൻ കോട്ട തന്നെയാണ് ഇന്ന് ഇന്ത്യൻ വ്യോമസേന തീർത്തിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിനെക്കുറിച്ചുള്ള ഈ സാങ്കേതിക വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പ്രതിരോധ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച പ്രതിരോധ വിശകലനമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.